നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ ആകെ മാറ്റുന്ന ഒരു വാക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്നുള്ളതിന്റെ എബ്രായ പദം റഖാഫ് എന്നാണ്. റഖാഫ് എന്ന് പറഞ്ഞാൽ പരിവർത്തിക്കുക. ഒരു പക്ഷി തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുക. കഴുകൻ തൻ്റെ കുഞ്ഞിനെ കൂടനക്കി താഴോട്ട് വീഴുമ്പോൾ അതിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ വളരെ ഒരു മാതൃസ്നേഹത്തോടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മാതൃസ്നേഹത്തോടെ വളരെ ജെന്റിലായി പരിവർത്തിക്കുമ്പോൾ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലും അതിനകത്ത് നടക്കുന്നുണ്ട്. അന്ധകാരത്തെ നീക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ആകയാൽ റഖാഫ്, ദൈവത്തിന്റെ പരിശുദ്ധ റുവാഹ് എലോഹീം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റഖാഫ് ചെയ്യുമ്പോൾ നമ്മുടെ അന്ധകാര നിബിഡമായ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓടി ഒളിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ആ അന്ധകാര നിബിഡമായ അനുഭവങ്ങളെ വളരെ ജെന്റിലായി, വളരെ കെയറിങ്ങോടുകൂടി പരിശുദ്ധാത്മാവ് അതിനകത്ത് പരിവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അന്ധകാരത്തെ പൂർണ്ണമായും മാറ്റുന്ന ശക്തമായ ഇടപെടലും അതിനകത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എവിടെ ദൈവവചനത്തിൽ നോക്കിയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിടത്തൊക്കെയും വളരെ ശക്തമായ പ്രവൃത്തി, ഒരു റീസ്റ്റോറേഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാര അനുഭവങ്ങളെയും മാറ്റുന്ന സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റുവാഹ് എലോഹീം റഖാഫ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വെളിച്ചം വെളിപ്പെടുക തന്നെ ചെയ്യും.